ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിക്ക സിസ്റ്റേഴ്സ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് മാറ്റി ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ വേണ്ടി നിൽക്കും. സോ ഗൈസ്, ഞാൻ ഡ്രസ്സ് മാറി. ഞാൻ ഇതുപോലത്തെ ഒരു ഡ്രസ്സാണ് ഇട്ടുള്ളത്. സോ നമുക്കിനി പോകാം. സോ ഗായ്സ്, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഇത് ബൊഫേ പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇഡ്ഡലി സാമ്പാറാണ് എടുത്തത്. പിന്നെ പപ്പ പുട്ടും കടലക്കറിയും പഴവുമാണ് എടുത്തത്. പിന്നെ അനിയന് വടയും ബോയിൽഡ് എഗ്ഗും, അനിയത്തിയും ഇഡ്ഡലിയും സാമ്പാറും, ഇമ്മയും ഇഡ്ഡലിയും ചട്നിയാണ് ഗൈസ് എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ചും കൂടി പാക്ക് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് പോയി. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. അപ്പം ഞാൻ ട്രോളിയൊക്കെ എടുത്ത് വണ്ടിയിലോട്ട് വെക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കയറി ഞങ്ങളങ്ങനെ ഇനി തൃശ്ശൂരിലോട്ട് പോവാണ്. തൃശ്ശൂരല്ല, ചാവക്കാട് മറിയം വേൾഡിലോട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഒരു വട്ടം പോയിരുന്നു. അപ്പോൾ ഞങ്ങളൊന്നും കൂടി പോവാമെന്ന് കരുതി അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നല്ല അടിപൊളി വ്യൂകളൊക്കെ കണ്ടു. അങ്ങനെ അതൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ഞങ്ങളവിടെ പോകുന്ന വഴിക്ക് ഒന്ന് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാൻ കയറി. ഞങ്ങൾക്ക് വിശന്നു. ഞങ്ങൾ ആദ്യം നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി നീറ്റിട്ടാണ് ഫുഡ് കഴിക്കാൻ കയറി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഇത് അങ്ങോട്ട് എത്തുന്നതിൻ്റെ 10 മിനിറ്റ് 15 മിനിറ്റ് മുമ്പായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തുകയും ചെയ്തു. കഴിച്ച് കയറി കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറാണ്. അപ്പോൾ ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ കാലി കിടക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് വന്നപ്പോൾ ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതേപോലെയൊന്നും ആയിരുന്നില്ല, വേറൊരു പോലെ തന്നെ ആയിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, ആകെ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇത് ഇന്ത്യാസ് ലാർജസ്റ്റ് അക്വേറിയമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഫിഷസിനെയാണ് കണ്ടിരുന്നത്. പിന്നെ ഇതാ ഒരു കാറിൻ്റെ ഉള്ളിൽ ഫിഷുകളുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഈ ഫിഷുകളുടെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. പിന്നെ ഞാൻ കുറേ ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല, കുറച്ചുള്ളൂ എടുത്തിട്ടുള്ളത്. ആൻഡ് യെസ് ഗൈസ്, നിങ്ങൾ കാണൂ. സോ ഗൈസ്, അങ്ങനെ ഞാൻ ബോറടിച്ച് പണ്ടാരടങ്ങിയിരിക്കുകയാണ്. കാരണം മറ്റുള്ളവരൊക്കെ ഫിഷ് ക്യാച്ചിങ്ങിന് പോയി. എനിക്കതിനൊരു ഇൻട്രസ്റ്റും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗായ്സ്. ഞങ്ങൾ ചട്ടിച്ചോറാണ് ഗൈസ് കഴിച്ചത്. ചട്ടിച്ചോറും മീൻ പൊള്ളിച്ചതും വാവായിട്ട്. എന്നിട്ട് അപ്പങ്ങളാണ് ഗൈസ്, അപ്പത്തിന് അടിയിലൊരു പൂച്ച വന്നിരിക്കണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പേടിയായിട്ട്. അതൊക്കെ മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് പോവാണ് ഗൈസ്. ഞങ്ങൾ ഈ നട്ടുച്ചക്ക് ബീച്ചിലോട്ട് പോവാണ്. അതൊരു വൈബല്ലേ? ആണ് ഗൈസ്, വൈബാണേ. എന്നിട്ട് നമ്മൾ ബീച്ചിലോട്ട് പോയി. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, വിശാലമായി കിടക്കായിരുന്നു ബീച്ച്. ബട്ട് ഒരു ബോട്ടിൽ ഐ തിങ്ക് കുറച്ച് പേര് പോണ കണ്ടു ഞങ്ങൾ. കറക്റ്റായിട്ട് എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്, പ്രത്യേകിച്ച് ലൈക്ക് സുർക്കിയിട്ടതോ ചിരണ്ടി ഐസോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അവിടെ കുറച്ച് നേരം വൈബൊക്കെ ചെയ്തിട്ടാണ് ഗൈസ് ഞങ്ങൾ വന്നത്, തിരിച്ചു പോയത്. അപ്പോൾ അവർ രണ്ടാളും അവിടെ ഇരുന്ന് ഇങ്ങനെ കുണുകുണാ സംസാരിക്കുമായിരുന്നു. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് എടുക്കാമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കരയാണ് ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾക്കൊരു പൂതി, എന്ത് കുടിക്കണം, സർബത്ത്. ഞങ്ങൾ സർബത്ത് കുടിക്കാൻ വേണ്ടി അപ്പോൾ ഒരു കട തുറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് സർബത്ത് ഓർഡർ ചെയ്തു. അങ്ങനെ സർബത്തിൻ്റെ വെയിറ്റാണ് ഗൈസ്. ഞങ്ങൾ അപ്പോഴേക്കും അവനൊരു അവിടെ നിന്ന് ഒരു ബലൂണൊക്കെ എടുത്തിട്ടു, എനിക്ക് ബലൂൺ വേണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ സർബത്ത് എത്തി. ഞങ്ങൾ ലിച്ചി ഫ്ലേവറാണ് പറഞ്ഞത്, സർബത്തല്ല, ഞങ്ങൾ ലിച്ചി കുലിക്കാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവർ സർബത്താണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഹൈവേയിലൂടെ പോയി. തിരിച്ച് പോകുന്ന വഴിക്ക് ഡ്രസ്സ് എടുത്തു. എന്നിട്ട് കുറച്ച് സ്വീറ്റ് കോണും പിസയും കഴിച്ചിട്ടാണ് വീട്ടിൽ പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ ബൈ ബൈ.